മുടിക്കാനത്തെ നിർമ്മിതികൾ. ഫ്രഞ്ച് ഗോത്തിക് വാസ്തുശൈലിയിൽ പണിതീർത്ത ഫ്രാൻസിലെ നോത്രദാം കത്തീഡ്രൽ ദേവാലയം ലോകത്തിൻ്റെ മനസ്സിലുയർത്തുന്ന ഓർമ്മ വിക്ടർ ഹ്യൂഗോയുടെ നോത്രദാമിലെ കൂനൻ എന്ന നോവലായിരിക്കും. ഇന്നും ഒരു വിസ്മയമായി തുടരുന്ന ഈ വാസ്തുശില്പത്തെക്കുറിച്ച് അധികമൊന്നും പറയാതെ പോകുന്ന ഒരത്ഭുതം എന്ന് പറയുന്നത് 200 വർഷങ്ങൾ കൊണ്ട് പണിതീർത്ത ഈ സമുച്ചയത്തിൻ്റെ വൈദഗ്ധ്യം ആവശ്യമുള്ള പണികളൊഴിച്ച് മറ്റെല്ലാ പണികളും പാരീസിലെ വിശ്വാസികൾ സൗജന്യ വേലയായി ചെയ്തതാണ് എന്നുള്ളതാണ്. ഒരു തരത്തിലും താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ലെങ്കിലും സൗജന്യ വേല കൊണ്ട് പൂർത്തിയാക്കിയ മറ്റൊരു മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊള്ളുമ്പോഴാണ് നോത്രദാമിനെ ഓർത്തുപോയത്. ആ മന്ദിരം ഈ കഴിഞ്ഞ ഏപ്രിൽ 12-ന് അഭിവന്യ അലക്സ് പിതാവ് ആശീർവാദ കർമ്മം നിർവഹിച്ച മുടിക്കാനം സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ ഇടവക ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ശ്രമദാനമായി പണിതീർത്ത മതബോധന ഹാളാണ്. 7000 സ്ക്വയർ ഫീറ്റിൽ 85 അടി നീളവും 58 അടി വീതിയുമുള്ള ഈ ഹാൾ ഒരത്ഭുതമാകുന്നത് ഇതിൻ്റെ എല്ലാ പണികളും ഇടവകക്കാർ സൗജന്യമായി ചെയ്തതാണ് എന്നുള്ളതാണ്. കൽപ്പണി, മരപ്പണി, വെൽഡിംഗ്, തേപ്പ്, ടൈൽസ്, പ്ലംബിംഗ്, പെയിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള പണികൾക്കായി ഒരാളെ പോലും പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. 2023-ലാണ് മതബോധന കുട്ടികൾക്ക് പഠിക്കുവാനും ഇടവകയുടെ മറ്റാവശ്യങ്ങൾക്കായി ഒത്തുചേരുവാനും ഒരു ഹാൾ ആവശ്യമാണ് എന്ന ആശയം ഉയർന്നത്. അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ റോബിൻസണും കൗൺസിൽ ഭാരവാഹികളും വളരെ ക്രിയാത്മകമായി തന്നെ ഈ സ്വപ്നം പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. ഏറ്റവും വെല്ലുവിളിയായി അവർക്ക് മുന്നിലുണ്ടായിരുന്നത് അതിനാവശ്യമായ ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നതായിരുന്നു. എഞ്ചിനീയറിംഗിൽ നിന്ന് ലഭിച്ച എസ്റ്റിമേറ്റ് പ്രകാരം ഇടവകക്കാർ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ഹാൾ നിർമ്മിക്കണമെങ്കിൽ 92 ലക്ഷം രൂപ വേണമായിരുന്നു. മിക്കവാറും എല്ലാവരും കൈത്തൊഴിലാളികളായതുകൊണ്ട് തങ്ങൾക്ക് ഇത് സ്വപ്നം കാണാനാവാത്ത ഒരു ബഡ്ജറ്റാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എങ്കിലും ആശിച്ചു പോയൊരു സ്വപ്നത്തെ കൈവെടിയുവാൻ അവർ തയ്യാറായിരുന്നില്ല. എന്തെന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവർക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അത് വിവിധ തൊഴിലുകളിലുള്ള തങ്ങളുടെ വൈദഗ്ധ്യവും കഠിനാധ്വാനവും ചെയ്യാനുള്ള മനസ്സുമായിരുന്നു. അങ്ങനെയാണ് ഒരു കുടുംബം ഏറ്റവും ചുരുങ്ങിയത് 5 ദിവസത്തെ തൊഴിലെങ്കിലും ഈ സംരംഭത്തിന് വേണ്ടി നൽകണമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. തൊഴിൽ വഴി വരുന്ന ചിലവ് അങ്ങനെ പരിഹരിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴും നിർമ്മാണ പ്രവർത്തനാവശ്യമായ സാധനങ്ങൾക്കുള്ള ഭീമമായ ചെലവ് കണ്ടെത്തേണ്ടിയിരുന്നു. ആ ഫണ്ട് കണ്ടെത്താനായി ഓരോ കുടുംബവും 5000 രൂപ നൽകാമെന്നും ഇടവകയ്ക്കകത്തും പുറത്തുമുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഒരു കുറി ആരംഭിക്കാമെന്നും തീരുമാനമുണ്ടായി. അങ്ങനെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു രൂപരേഖ ആയതോടുകൂടി ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അഭിവന്യ അലക്സ് പിതാവ് 2023 നവംബർ 23-ന് അടിസ്ഥാന ശിലയിട്ടു. ഒരു സ്വപ്നത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും എത്തിച്ചേരാനാവാത്ത വിധം ദൂരത്തിലാണ് ലക്ഷ്യമെന്ന് തോന്നും. ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ ഉയർന്നു വരുമ്പോൾ പ്രയത്നങ്ങളെ പാതി വഴിക്ക് അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടു പോകും. അത്തരം ഏറെ പ്രതിസന്ധികൾ ഈ സംരംഭത്തിന് മുന്നിലുമുണ്ടായി. തൊഴിലാളികളുടെ ആദ്യത്തെ ആവേശം തെല്ലൊന്ന് തണുത്തുപോയത് അവരുടെ പക്കൽ നേരത്തെ അധ്വാനത്തിനു ശേഷം രാത്രി വീണ്ടും ജോലി ചെയ്യാൻ ആവാത്ത വിധത്തിലുള്ള ശരീരത്തിൻ്റെ മടുപ്പും ക്ഷീണവും, പ്രതികൂലമായ കാലാവസ്ഥകൾ, പണിയെ ബാധിക്കുന്ന വിധത്തിൽ ഇടവകയിലെ പ്രിയപ്പെട്ട പലരുടെയും മരണങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്നു. എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ നിരാശപ്പെട്ടു പോകാതെ ഒരു പറ്റം മനുഷ്യർ ആ സ്വപ്നത്തിൻ്റെ കനൽ കെടാതെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ആ സുമനസ്സുകളുടെ കഠിന ശ്രമത്തിനുള്ള ഒരു സമ്മാനമെന്നോണം 860 ദിവസങ്ങൾക്ക് ശേഷം ഹാളിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2026 ഏപ്രിൽ 12 അതിൻ്റെ ആശീർവാദ ദിനത്തിൽ അവർ തങ്ങളുടെ സ്വപ്നത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നിറകണ്ണുകളോടെ ദർശിച്ചു. ഒരു സമൂഹത്തിൻ്റെ ഒത്തൊരുമയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായി മുടിക്കാനത്തിൻ്റെ ഹൃദയഭൂമിയിൽ അത് ഉയർന്നു നിൽക്കുകയാണ്. മുടിക്കാനം സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൻ്റെ ഈ അഭിമാന സംരംഭത്തെ കണ്ണും കണ്ണാടിയിൽ പരിചയപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഇടവക സമൂഹത്തിൻ്റെ ഐക്യവും കൂട്ടായ്മയും എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കും എന്ന് ഓർമ്മിപ്പിക്കാനാണ്. പരസ്പരമുള്ള വഴക്കിലും ഭിന്നതയിലും തകർന്നുപോയ ഒരു ഗോപുരത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ പേര് ബാബേൽ ഗോപുരം എന്നായിരുന്നു. ഹൃദയങ്ങളുടെ ഭിന്നതയാണ് ബാബേൽ ഗോപുരം ഒരു യാഥാർത്ഥ്യമാകാതിരിക്കുവാനുള്ള കാരണം. എന്നാൽ ഒരേ മനസ്സോടെ ഒന്നിച്ചു നിൽക്കാനായാൽ
ആകാശം വരെ മുട്ടുന്ന ഗോപുരവും മനുഷ്യർക്ക് പണിയാനാവും. മുടിക്കാനത്തെ വിശ്വാസികൾ പണിതീർത്ത മതബോധന ഹാൾ അവരുടെ ആദ്യ നിർമ്മാണ സംരംഭമായിരുന്നില്ല. കൂട്ടായ്മയിലൂടെ അവർ കരസ്ഥമാക്കിയ പല നേട്ടങ്ങളുടെയും തുടർച്ചയായിരുന്നു അത്. ദേവാലയത്തിന് സമീപമുള്ള മിക്കവാറും എല്ലാ നിർമ്മാണങ്ങളും അവർ കൂട്ടായ ശ്രമദാനം കൊണ്ട് പണിതീർത്തതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേവാലയത്തിന് സമീപമുള്ള സെമിത്തേരി. ഫാദർ ജസ്റ്റിൻ എടത്തിൽ വികാരിയായി നിയമിതനാകുന്നതുവരെ ഇടവക അവരുടെ പൂർവികരെയും പ്രിയപ്പെട്ടവരെയും സംസ്കരിച്ചിരുന്നത് 2 കിലോമീറ്റർ അകലെയുള്ള ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്തായിരുന്നു. പലരും പോകുവാൻ മടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന അവിടെ തങ്ങളുടെ പൂർവികർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്ന സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് പരിഹാരമായിട്ടാണ് ദേവാലയത്തിനടുത്ത് തന്നെ ഒരു സെമിത്തേരി ആവശ്യമാണെന്ന് ഇടവകക്കാർ ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തിൻ്റെ വൈകാരികത തിരിച്ചറിഞ്ഞ ജസ്റ്റിൻ അച്ഛൻ ഇടവകക്കാർ അവരുടെ അധ്വാനം നൽകുവാൻ തയ്യാറായാൽ ഒരു സെമിത്തേരി ഇവിടെ സാധ്യമാക്കാം എന്ന് അവർക്ക് വാക്കു നൽകി. തീരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ സെമിത്തേരിയുടെ നിർമ്മാണം അവർ പൂർത്തിയാക്കി. അതായിരുന്നു എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ആരംഭം. മുടിക്കാനം സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയത്തെ മനോഹരമാക്കുന്നത് അതിൻ്റെ മുൻവശത്തായി ഉയർന്നു നിൽക്കുന്ന പ്രവേശന കവാടവും ഇടത്തുവശത്തെ മനോഹരമായ വിസന്തോനിസിൻ്റെ കുരിശടിയുമാണ്. ഇവ രണ്ടും പണിതീർത്തത് ഇടവകക്കാർ തന്നെയാണ്. അന്നത്തെ വികാരിയായിരുന്ന സാബു തോബിയാസ് അച്ഛൻ്റെ കാലത്താണ് അത് പൂർത്തിയായത്. സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൻ്റെ കീഴിലുള്ള കുണ്ടപ്പാറ സെയിൻറ്റ് ജൂഡ് ദേവാലയത്തിന് സമീപം ഉയർന്നിരിക്കുന്ന സെയിൻറ്റ് ജൂഡിൻ്റെ കുരിശടിയും ഇടവക ദേവാലയത്തിന് സമീപമുള്ള വികസന സമിതി ഓഫീസും ഈ കാലത്ത് തന്നെ ശ്രമദാനമായി തീർത്ത ഒരു നിർമ്മിതിയാണ്. ഇനിയുമുണ്ട് പൊതു പങ്കാളിത്തം കൊണ്ട് തീർത്ത നിർമ്മിതികൾ. അതിലൊന്ന് ഇടവകയിലെ യുവജനങ്ങൾക്കും അക്ഷരം സ്നേഹിക്കുന്നവർക്കും ഒരുമിച്ച് ചേരുവാൻ ഒരിടം എന്ന നിലയിൽ പണിതീർത്ത ലൈബ്രറിയും അതിനോട് ചേർന്ന വിൻസെൻ്റ് ഡി പോൾ ഓഫീസുമാണ്. ഫാദർ ഫ്രെഡി പാപ്പച്ചൻ വികാരിയായിരുന്ന കാലത്താണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമറിഞ്ഞ് ലൈബ്രറി പണിയുവാൻ ഇടവകയിലെ തൊഴിലാളികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചത്. ഫ്രെഡിയച്ചൻ്റെ കാലത്ത് തന്നെ ആളുകളുടെ ശ്രമദാനമായി പണിതീർത്ത ഒരു കുരിശടി കൂടെ മുടിക്കാനം ഇടവകയുടെ തെക്കേ അതിർത്തിയിൽ FLDC കോൺവെൻറ്റിൻ്റെ സമീപത്തായി ഉയർന്നു നിൽക്കുന്നുണ്ട്. ആത്മാർത്ഥതയും കഠിന പരിശ്രമവും കൈമുതലാക്കിയിട്ടുള്ള ഒരു ഇടവക സമൂഹം തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റാരെയും ആശ്രയിക്കാതെ പണിതുയർത്തി എന്നത് വലിയ കാര്യമാണ്. ഇത്തരം ഒത്തുചേരൽ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഗുണപരമായ സ്വാധീനം അതിനേക്കാൾ എത്രയോ വലുതാണ്. ഒരേ ലക്ഷ്യസാധ്യത്തിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് അവരുടെ സഹോദര്യ ബോധത്തെയും മനുഷ്യസ്നേഹത്തെയും ദൃഢതയുള്ളതാക്കും. പരസ്പരം ഒത്തുചേരുവാനും ഇടപെടുവാനുമുള്ള അവസരങ്ങൾ വ്യക്തികളെ അടുത്തറിയുവാനും കുടുംബങ്ങളെ മനസ്സിലാക്കുവാനും തങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന വിശ്വാസത്തിൻ്റെ കാണാചരടുകളെ ദൃഢതരമാക്കുവാനും കാരണമാകുന്നു. മുടിക്കാനത്തെ വിശ്വാസ സമൂഹം തന്നെയാണ് ഈ നിരീക്ഷണം സത്യമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം.